അസ്കർ ഇവിടെ ഈ നമ്മുടെ 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 കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനത്തിൻ്റെ എന്താണ് അതിൻ്റെ കെൽപ്പ് മറ്റു രാജ്യങ്ങളിലെ മറ്റു സംസ്ഥാനങ്ങളിലെ നിന്ന് വ്യത്യസ്തമാണെന്നും ഏറെ മുന്നിലാണെന്നും അത് 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 അണ്ടർസ്റ്റുഡ് ആണ്. അടിവരയിട്ട കാരണമാണ്. അതൊരു സർക്കാരിന് മാത്രമല്ല, മാറി മാറി വന്ന പല സർക്കാരുകളിലെ പല ഘടകങ്ങൾ അക്കാര്യത്തിലുണ്ട്. ഹാരിസ് ഡോക്ടർ ഒരു പിഴവ് പറയുന്നു. ആ പിഴവ് എന്താണ്? എൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് മൂത്രാശയക്കല്ലിലെ വേദന കാരണം അവന് ശസ്ത്രക്രിയ നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ചട്ടപ്പടി കാര്യങ്ങൾ പറയാം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഹാരിസ് ഡോക്ടർ പറയുന്നു ആരോഗ്യമന്ത്രിയുടെ PA എടുത്ത് പോയി പറഞ്ഞ കാര്യങ്ങൾ തെളിവിൻ്റെ പക്കലുണ്ടെന്ന് ഹാരിസ് ഡോക്ടർ പറയുകയാണ്. ഹാരിസ് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വേദനയാണ്. ആരോഗ്യമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നു സിസ്റ്റം തകരാറ് സംഭവിച്ചതാണ്. അദ്ദേഹം പൊതുവായി പറഞ്ഞതല്ല, സ്പെസിഫിക്കായി പറഞ്ഞതാണ്. അത് ഞങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളിലേക്ക് നടക്കുമെന്ന് ആരോഗ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചാണ് സിസ്റ്റം തകരാറാണ്. ഞാൻ വേണമെങ്കിൽ വെയിറ്റ് ചെയ്യിപ്പിക്കാം. ശ്രീ ഹസ്കർ, ഇപ്പോൾ വന്ന ഏതോ ഒരു മോഷണ കേസ് പറയുന്നതിന് ഉദ്ദേശം എന്താകും? ഹഷ്മി, ഇതിൽ കാണേണ്ടത് കേരള ഗവൺമെൻറ് സർവൻസ് കോണ്ടക്ട് റൂൾസ് 1960 എന്ന് പറയുന്ന ഒരു നിയമം സംസ്ഥാനത്ത് നിലവിലുണ്ട്. എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥർക്കും അത് ബാധകമാണ്. അപ്പോൾ സ്വാഭാവികമായി അതിൻ്റെ 60, 62, 74 എന്നീ ചട്ടങ്ങൾ ഡോക്ടർ ഹാരിസ് ലംഘിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആ വസ്തുതകളെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിന് ഒരു വിശദീകരണ നോട്ടീസ് കൊടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻ്റ് ഒരു വിശദീകരണ നോട്ടീസ് അദ്ദേഹത്തോട് ചോദിക്കാതിരിക്കാൻ നിർവാഹമില്ലാത്ത സ്ഥിതിയാണ്. കാരണം ഏതൊരു സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചും പാലിക്കേണ്ട മര്യാദ സർക്കാർ ഉദ്യോഗസ്ഥൻ പാലിച്ചിരിക്കണം. അപ്പൊ ആ മര്യാദകളുടെ ലംഘനം വന്നതിന്റെ തുടർന്ന് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചു. അക്ഷന്തവ്യമായ ഒരു അപരാധം ചെയ്തു എന്ന അർത്ഥത്തിൽ ആത്മബലിയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഞാൻ ചെയ്തത് മറ്റു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, ഞാൻ ചെയ്യുന്നത് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്തുകൂടാത്തതാണ്. എന്താണത്? അത് ഈ പറയുന്ന രീതിയിൽ പരസ്യമായി ഫേസ്ബുക്കിൽ പറയുക എന്നുള്ള കാര്യം, അതിൽ നടപടി എടുത്തോട്ടെ, ഒരു കുഴപ്പമില്ലാന്നേ. ഇതിൽ പക്ഷേ പറയുന്നത് എന്താണ്? ഇതിൽ പറയുന്നത് ആത്മാർത്ഥമായി 365-ൽ 360 ദിവസം രാവിലെ 8:30 മുതൽ രാത്രി 10:30 വരെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, ഇന്നതാ 8:30 അവിടുന്ന് കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയ മനുഷ്യൻ രാത്രി വൈകിട്ട് കയറി വരുന്ന മൊത്തം ഓപ്പറേഷൻ തിയേറ്ററല്ല, അങ്ങനെ ജോലി ചെയ്യുന്നൊരു മനുഷ്യൻ ഓപ്പറേഷൻ മുടക്കി എന്ന് കള്ളം പറയുകയാണ്. അതിന് ഉദ്ദേശം എന്താണ് ശസ്കർ? അങ്ങനെയല്ല ഹാഷ്മി, ഇതിൽ ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിസ്തൂല സേവനം നടത്തുന്ന സന്നദ്ധ പ്രവർത്തനാണെന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും സ്വകാര്യ ആശുപത്രിയിൽ 20 or 25 ലക്ഷം രൂപ പ്രതിമാസ ശമ്പളം ലഭിക്കാവുന്ന തൊഴിൽ ലഭിക്കുമെന്നുള്ളതിനും ആർക്കും ഒരു സംശയമില്ല. പക്ഷെ അദ്ദേഹം സർക്കാർ ജീവനക്കാരെ, സാധാരണ മനുഷ്യരെ സേവിക്കുന്നതിനു വേണ്ടി, സാധാരണ പാവത്തുങ്ങളെ സേവിക്കുന്നതിനു വേണ്ടി അദ്ദേഹം സർക്കാർ സർവീസിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അതുപോലെ നിരവധി ഡോക്ടർമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും സംസ്ഥാനത്തിൻ്റെ സർക്കാർ സർവീസിൽ നിരവധി ഡോക്ടർമാരെ നമുക്ക് ചൂണ്ടിക്കാണിക്കുക. അക്കൂട്ടത്തിലാണ് ഡോക്ടർ ഹാരിസിൻ്റെ സ്ഥാനവും. അദ്ദേഹം ഒരുപക്ഷെ ഇടതുപക്ഷ ആഭിമുഖ്യമുള്ളതുകൊണ്ട് ഇടതുപക്ഷ മനസ്സുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തെ സ്വാഭാവികമായും വൈകാരികമായി തന്നെ അതിനെ സമീപിക്കുകയും അതിൽ അപ്പോൾ തന്നെ പ്രതികരിക്കുകയും ചെയ്യും. അത്തരത്തിൽ എപ്പോഴും വൈകാരികമായി പ്രതികരിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഡോക്ടർ ഹാരിസിനെ നാം ചെയ്തിട്ടുള്ളൊരു തെറ്റായിട്ടൊന്നും കാണണ്ട. ഞാൻ ചട്ടലംഘനം നടത്തി. ആ ചട്ടലംഘനം എന്താണ്? പല വഴിയിൽ പോയി പറഞ്ഞ് പരാജയപ്പെട്ടൊരു സംഗതി, ഇതൊന്ന് നേരെയായി കിട്ടാൻ വേണ്ടി ഞാൻ തുറന്നു പറഞ്ഞു. അതിൽ പരിഹാരം ഉണ്ടായെന്ന് മാത്രമല്ല, മറ്റ് ആശുപത്രികളിൽ എന്തൊക്കെയാണ് സമാനമായ പ്രശ്നമുണ്ടെന്ന് പരിശോധന പോലും ഉണ്ടായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശസ്കർ, അവിടെ തീരണ്ടേ അത്? ഇത് ശസ്ത്രക്രിയ മുടക്കിയെന്ന് കള്ളം പറഞ്ഞുകൊണ്ട്, സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ നോക്കിയെന്ന് കള്ളം പറഞ്ഞുകൊണ്ട്, 2 വർഷം മുൻപുണ്ടായ കോപ്പിലോസ്കോപ്പ് കാണാതായ ഇപ്പൊ പറഞ്ഞുകൊണ്ട്, എന്താണെന്നേ ഈ ഡോക്ടറെ ഈ പൊതുമന്ത്രയിലിട്ട് അധിക്ഷേപിക്കാനുള്ള നീക്കങ്ങളുടെ അർത്ഥം? BN അസ്കർ, അങ്ങനെയല്ല ഹാഷ്മി. ഇതിൽ അദ്ദേഹത്തെ ഒരു കള്ളനാണെന്നോ അല്ലെങ്കിൽ കള്ളനായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയിട്ട് ഒരു ശ്രമവും കാര്യത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് എന്ന നിലയിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിച്ചിരുന്ന ഏതെങ്കിലും ഉപകരണങ്ങൾ കാണാതെ പോവുകയോ മറ്റ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ആ ഉത്തരവാദിത്വം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു എൻക്വയറി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നേരത്തെ അനിൽകുമാർ തന്നെ പറഞ്ഞു, ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള ലോക പ്രശസ്തരായിട്ടുള്ള കാർഡിയോളജിസ്റ്റുകളടക്കം അദ്ദേഹവും ഏകദേശം 2 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന ഒരു വ്യക്തിയാണെന്നേ. അദ്ദേഹം അത്തരം നിസ്വാർത്ഥ പ്രവർത്തനത്തിൽ ഡോക്ടർ ജയകുമാറിനെ പോലെയുള്ള കേരളത്തിലെ മികച്ച 4 ഡോക്ടർമാരാണ് ഇക്കാര്യത്തിൽ എൻക്വയറി നടത്തിയിട്ടുള്ളത്. ആ എൻക്വയറിയിൽ കണ്ടെത്തിയിട്ടുള്ള പിശകുകൾ ചോദിച്ചിരിക്കുന്നു. അതുകൊണ്ട് മറ്റൊരു കാര്യം കൂടി തന്നെ പറയാം. ഒരുപക്ഷെ ഗവൺമെൻറ് ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന നിലപാട് കൂടി അങ്ങ് മനസ്സിലാക്കുമ്പോൾ ഈ വേവലാതിയും വിഭ്രാന്തിയും ഒക്കെ അപ്പം അവസാനിക്കും. കാരണം ഒരു ശാസന പോലും കൃത്യമായി ഒരു ശിക്ഷാ നടപടിയായി കരുതുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ബോധനത്തിലാണ്
കേരളത്തിലെ ഗവൺമെൻറ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഒരു ശാസനയിൽ ഒതുങ്ങിത്തീരാവുന്ന ഒരു വിഷയമായി മാത്രമേ ഡോക്ടർ ഹാരിസ് ചെയ്തിട്ടുള്ള ഈ ഗുരുതര ചട്ടലംഘനമാണെങ്കിലും ഏതെങ്കിലും ആരോഗ്യമന്ത്രി ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? ആരോഗ്യമന്ത്രി ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് ആയിട്ട് പറയുന്നത് ഇതുപോലെ 20 ലക്ഷം രൂപ വിലയുന്ന MP ഫണ്ടിൽ നിന്ന് സാധനം കാണാതായെന്നും അത് ഞങ്ങളുടെ അന്വേഷണത്തിൽ നിൽക്കില്ലെന്നും അത് പുറത്തേക്ക് അതിന് അന്വേഷണം പോകണമെന്നും എന്നതിന് അർത്ഥം എന്താണ് സാറേ? അതൊരു ശാസന എന്നാണോ അതിനർത്ഥം? പോലീസ് അന്വേഷിക്കാൻ പോവാണ്, വിജിലൻസ് അന്വേഷിക്കാൻ പോവാണ് എന്നല്ലേ അർത്ഥം? ഡോക്ടർ ഹാരിസിന് എന്ത് സംഭവിക്കുന്നു? അല്ല, ഹാരിസിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഏതോ കാലത്തുള്ള എന്താണ് 20 ലക്ഷത്തിന് യന്ത്രം മോഷണം പോയാൽ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? ഹാരിസിന്റെ കാര്യം പറയുന്ന കൂട്ടത്തിൽ ഏതോ കാലത്ത് പോയി 20 ലക്ഷത്തിന് യന്ത്രം മോഷണം പോയ കാര്യം ഇപ്പൊ പറയുന്നത് എന്തിനാ? 20 ലക്ഷത്തിന് യന്ത്രം മോഷണം പോയതെങ്കിൽ ഇപ്പോഴാണോ ആരോഗ്യവും പറയുന്നത്? 20 ലക്ഷത്തിന് യന്ത്രം മോഷണം പോയെങ്കിൽ ഇപ്പോഴാണോ ഹാരിസ് ഡോക്ടർ ഓപ്പറേഷൻ ഉപകരണമില്ലെന്ന് പറഞ്ഞപ്പോഴാണോ ആരോഗ്യവും പറയുന്നത്? പക്ഷേ അല്ല ഹാഷ്മി, ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒരു വിസിൽ ബ്ലോവർ ആയിരുന്നു എന്നും അതുവഴി കേരളത്തിലെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും കൃത്യമായ അന്വേഷണം നടത്തിയെന്ന് അങ്ങ് പറഞ്ഞ വാഗൊണ്ടാണ് ഇപ്പോൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാനത്തെ മുഴുവൻ സർക്കാർ ആശുപത്രികളിലും കാര്യക്ഷമമായി ഗവൺമെന്റ് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അങ്ങ് അഭിനന്ദിക്കുകയായിരുന്നു ഇടയ്ക്കൂടെ. എന്നിട്ടാണ് ഇപ്പോൾ അങ്ങ് തന്നെ പറയുന്നു ഇത് ഡോക്ടർ ഹാരിസിനെ ഇതിനു മുമ്പ് ഇത് കണ്ടെത്തിയില്ല. ഇത് ഒരുപക്ഷെ ഇപ്പോ അത് അന്വേഷിക്കുന്നു. ഡോക്ടർ ഹാരിസിനെ കണ്ടെത്തിയ കാര്യമല്ലേ പറയുന്നത്? 2 വർഷം മുൻപ് 20 ലക്ഷം രൂപയുടെ കോപ്പിലോസ്കോപ്പ് കാണാതെ പോയി. ഇതുവരെ ആരും അറിഞ്ഞില്ല. ഈ ഇപ്പൊ ഹാരിസ് ഡോക്ടർ ഓപ്പറേഷൻ നടക്കാൻ വന്നപ്പോൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോഴേക്കും എന്താ സ്കോപ്പ് കാണാതെ പോയി എന്ന് പറയാണ്. എനിക്ക് ആ വാക്ക് വായിക്കിട്ട് ക്ഷമിക്കണം. എന്താണ് ഓസിലോസ്കോപ്പ്? ആ ഓസിലോസ്കോപ്പ് അത് കിട്ടുന്നത് ഇപ്പോഴാണ് പറയുന്നത്. അതല്ല അശ്മി, ഡോക്ടർ അരുണിനൊക്കെ അറിയാം വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ. നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും കോടിക്കണക്കിന് രൂപയുടെ ഉപകരണങ്ങളുണ്ട്. ഇതിൽ ചിലത് പലപ്പോഴും മിസ്സാവാനോ മാറിയിരിക്കുന്നതിനൊക്കെ സാഹചര്യം ഉണ്ടാവും. അതൊരു ഓഡിറ്റിന്റെ ഭാഗമായി മാത്രമേ അത് തിരിച്ചറിയാൻ കഴിയൂ. ഒരു പക്ഷേ ഇപ്പോൾ ഒരു എൻക്വയറി നടത്തി, ആ എൻക്വയറിയിൽ ആ ഈ ഓസിലോസ്കോപ്പ് 20 ലക്ഷം രൂപ വിലയുള്ള ശ്രീ ശശി തരൂർ നൽകിയിട്ടുള്ള ആ ഉപകരണം അവിടെ നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. അത് ആരുടെ കാലത്താണെന്ന് കണ്ടുപിടിക്കട്ടെ. ആരെങ്കിലും ഇത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തണ്ടേ? ഇത് ഡോക്ടർ ഹാരിസ് ആണ്. അത് ഡോക്ടർ ഹാരിസിന്റെ തലയിൽ കൊണ്ടുവെക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ആരും ചെയ്യുന്നില്ല. ഇത് ആരോഗ്യമന്ത്രിയും ആരോഗ്യവകുപ്പും ഈ പറഞ്ഞ റിപ്പോർട്ടൊക്കെയാ. ഒരു നിസ്വാർത്ഥനായിട്ടുള്ള മനുഷ്യൻ അങ്ങനെ ആരും ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തത് ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ഈ പറഞ്ഞ അന്വേഷണം നടത്തിയെന്ന് പറയുന്നവരുവാ.